പശ്ചിമേഷ്യയിലെ ഗസയിലെ കത്തോലിക്ക പള്ളി ആക്രമിച്ചത് ലിയോ മാർപ്പാപ്പയെ നേരിട്ട് വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ 45 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. മാപ്പ് പറയാൻ വേണ്ടിയാണോ വിളിച്ചത്? പി ജെയിംസ് ചേരുന്നു. ഗുഡ് മോർണിംഗ് പി. ഇന്നത്തെ മഴ കേട്ടോ. നല്ല മഴയായിരുന്നു. എന്നതായിരുന്നു മഴ? കോട്ടയത്തുകാരെ പക്ഷം എന്നതാടു എന്ന് ചോദിക്കുന്ന മഴ അല്ലേ? കാണുന്നത് തന്നെ ഒരു സുഖമാണ്. ഓക്കെ പിക്ക് ഉറക്കമോ കിട്ടിയോ? നന്നായി ഉറങ്ങി. മുഖം കണ്ടിട്ട് ഉറങ്ങിയില്ലെന്ന് തോന്നുന്നു. ഉറക്കം കൂടിപ്പോയതിന്റെ പ്രശ്നം. ഉറക്കം കൂടിപ്പോയതല്ലേ? ഇല്ല ഞാൻ 2 മണിക്ക് ഉറങ്ങിയത് പുലർച്ചെ. അല്ല, ചില ആൾക്കാർ പറയുന്നുണ്ട് പി ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ കിടന്ന് ഉറങ്ങുന്നല്ല. ഉറങ്ങുമ്പോൾ ആള് പാവാണെന്ന് പറയാറില്ലേ? കുഞ്ഞുങ്ങൾ ഉറങ്ങുമ്പോൾ അറിയാലോ. ഈ കൈക്കൊക്കെ ഒരു ജോലിയുണ്ട്, കൈക്കൊക്കെ. ഓക്കെ, അപ്പൊ നമ്മളിനി ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗസയിലെ വാർത്ത. ഈ കത്തോലിക്ക പള്ളി, ഗസയിലെ കത്തോലിക്ക പള്ളി ആക്രമിച്ചത് ഒരുപക്ഷെ ഇസ്രായേലിനെ ഒരു തരത്തിൽ അസ്വസ്ഥമാക്കിയിരിക്കുന്നു. കാരണം വെസ്റ്റേൺ വേൾഡ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ വിളിച്ച് അതിശക്തമായിട്ടുള്ള അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് അറിയുന്നത്. ട്രംപിന് വ്യക്തിപരമായിട്ട് അതിൽ കാര്യമില്ലായിരിക്കാം, പക്ഷേ യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ തന്നെ ഇസ്രായേലിനെതിരെ വാളോങ്ങി നിൽക്കുകയാണ്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, അപ്പോൾ അവരൊക്കെ, യൂറോപ്യൻ രാജ്യങ്ങൾ, വെസ്റ്റേൺ വേൾഡ്, അമേരിക്ക ഒക്കെ വലിയ രീതിയിൽ ഇവർക്കെതിരെ, ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഭാഗത്ത് 7 യുദ്ധമുഖങ്ങളാണ് അവർ തുറന്നിരിക്കുന്നതെന്ന് അവർ തന്നെ പറയുന്നു. ഇറാനെതിരെ യുദ്ധം അല്ലെങ്കിൽ ഏറ്റുമുട്ടൽ തൽക്കാലം അവസാനിച്ചെങ്കിലും സംഘർഷം നിലനിൽക്കുകയാണ്. സിറിയയിൽ, ലെബനനിൽ, ഗസയിൽ ഹൂതികൾക്കെതിരെ, ഇങ്ങനെ വലിയതിൽ, ചെങ്കടലിൽ എല്ലാം ഫൈറ്റാണ്. 7 യുദ്ധമുഖം തുറന്ന് ഒരു ചെറിയ രാജ്യം യുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. എന്തായാലും ഈ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം തൻ്റെ സ്ഥാനം നിലനിർത്താൻ ഒന്നിനു പിറകെ ഒന്നായി രാജ്യങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യനെ മാത്രമേ അയൽപ്പക്കത്ത് ആക്രമിക്കാൻ ബാക്കിയുള്ളൂ. ജോർദാൻ, അതുപോലുള്ള 2-3 രാജ്യങ്ങളിൽ, ഇറാഖിലും ഇടയ്ക്കിടയ്ക്ക് കയറി ആക്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഉള്ള ആക്രമണമാണ്. പക്ഷേ ഈ കത്തോലിക്ക പള്ളി, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായി വളരെ അടുപ്പമുള്ള പള്ളിയാണ്. അവിടെ അഭയാർത്ഥികളായിട്ട് 500-ലേറെ ആൾക്കാർ ഉണ്ട് അവിടെ. അത് മാത്രമല്ല 54 പേര് ഭിന്നശേഷിക്കാരാണ്. അവർ പുറത്ത് ഈ ആക്രമണം നടന്നപ്പോൾ അവിടുത്തെ പള്ളി വികാരി, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അടുത്ത സുഹൃത്തും അർജന്റീനക്കാരനുമാണ്. അദ്ദേഹം നിർബന്ധിച്ചതനുസരിച്ചാണ് ജനം മുഴുവൻ ഉള്ളിലേക്ക് കയറിയത്. അതുകൊണ്ടാണ് ഈ മരണസംഖ്യ 3 പേരിൽ ഒതുങ്ങിയത്. പക്ഷേ നിരവധി പേർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റിട്ടുണ്ട്. ഈ സമയത്താണ്, ഇത്രയും വലിയ എതിർപ്പ് വന്നതിൻ്റെ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലിയോ 14 മാർപ്പാപ്പയുമായിട്ട് സംസാരിച്ചത്. ക്ഷമ ചോദിച്ചു എന്നാണ് പറയുന്നത്. അത് മീഡിയ അവർ തമ്മിൽ എന്ത് സംസാരിച്ചു എന്നറിയില്ല, പക്ഷേ ആ രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത്. എന്തായാലും മാർപ്പാപ്പ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടത്: വെടി നിർത്തണം. ഇത് കത്തോലിക്ക പള്ളിക്കെതിരെയുള്ള ആക്രമണത്തിനേക്കാൾ കൂടുതൽ ഗസയിലെ 23 ലക്ഷം ജനങ്ങൾ കഴിഞ്ഞ 21 മാസമായി അനുഭവിക്കുകയാണ്. 58,500-ലേറെ പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. 10,000-ലേറെ പേരെ കാണാനില്ല. ഈ തരത്തിലൊരു വെടിനിർത്തൽ ഉടൻ വേണം. വെടിനിർത്തലുണ്ടെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 1.5 ആഴ്ച മുമ്പ് പറഞ്ഞതാണ്. 2 പേരും, ഇസ്രായേലും അതുപോലെ തന്നെ ഹമാസും അംഗീകരിച്ചതുമാണ്. പക്ഷേ എവിടെയോ തെറ്റിപ്പോയി. ഇപ്പോൾ വീണ്ടും ഞങ്ങൾ അവസാനം വരെ പൊരുതാൻ തയ്യാറാണെന്ന് ഹമാസി മണിക്കൂറുകളിൽ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് യുദ്ധം മുന്നോട്ട് പോവുകയാണ് സ്കെയിൻ. അതിനിടയിൽ ഇപ്പോൾ ഹൂതികൾ ബെൻ ഗുറിയോൺ ഇൻ്റർനാഷണൽ എയർപോർട്ട്, ഇസ്രായേലിലെ എയർപോർട്ടിൽ ബാലിസ്റ്റിക് മിസൈൽ വിക്ഷേപിച്ചിട്ടുണ്ട്. അത് തകർത്തുവെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെ പല ഭാഗങ്ങളിലും നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ട് അറിയുന്നു. എന്തായാലും ഇസ്രായേലിനെതിരെ ഇപ്പോൾ ബാലിസ്റ്റിക് മിസൈൽ അയക്കുന്നത് വളരെ ചെറിയ രാജ്യമായ യമനിലെ ഹൂതികളാണ്. ഒരുപക്ഷെ നിമിഷപ്രിയയുടെ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, വധശിക്ഷയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഹൂതികൾ ഇപ്പോഴും വാർത്തയിൽ ഉണ്ട്. കാരണം സനയിൽ ഹൂതികൾ നിയന്ത്രിക്കുന്ന യമൻ്റെ ഭാഗത്താണ് അവരുടെ ആ ജയിലൊക്കെ ഉള്ളത്. എന്തായാലും ഇത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതുപോലെ ഗസയിൽ 45 പേർ കൂടി കൊല്ലപ്പെട്ടതോടെ ഈ വെടിനിർത്തലിന് താല്പര്യമില്ല എന്ന് പറയുന്നത് ഹമാസ് തന്നെയാണ്. ഹമാസ് വളരെ ശക്തമായിട്ടുള്ള പോരാട്ടത്തിലേക്ക് പോവുകയാണെന്നാണ്, ഗറില്ല യുദ്ധ തന്ത്രങ്ങളിലേക്ക് പോകുന്നുവെന്നാണ് നമുക്ക് വാർത്തകൾ ലഭിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക പള്ളി ആക്രമിച്ചതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ പെട്ടെന്ന് ഒതുങ്ങുമെന്ന് തോന്നുന്നില്ല. കാരണം യൂറോപ്പും ലോകരാജ്യങ്ങളൊക്കെ ഇതിനെതിരെ വന്നിട്ടുണ്ട്. കത്തോലിക്ക പള്ളി ആക്രമിച്ചത് മാത്രമല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട സിറിയയിൽ വീണ്ടും സുവൈദ എന്ന പ്രോവിൻസിൽ, അതിൻ്റെ പേരിലാണ് ഇസ്രായേൽ കയറി
സിറിയയിൽ അടിച്ചത്. സിറിയയുടെ പ്രതിരോധ മന്ത്രാലയം അടിച്ചു. ഒരുപക്ഷെ അവിടെ പ്രതിരോധ മന്ത്രാലയത്തിൽ അടിച്ച സമയത്ത് അതിന് തൊട്ടടുത്തുള്ള TV ചാനലിന് നേരെ ആക്രമണം നടന്നിരുന്നു. TV ചാനലിലെ ആങ്കർ അവതാരക ഇറങ്ങി ഓടുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. എന്തായാലും സിറിയയിലും നമുക്ക് ഇറാനിൽ ഇതേ സംഭവം ഉണ്ടായതാണ്. ഇറങ്ങി ഓടിയെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അവർ വാർത്ത വായിക്കുന്നതിൻ്റെ ഇടയിൽ ജീവരക്ഷാർത്ഥം ഇറങ്ങിപ്പോവുകയായിരുന്നു എന്ന് പറയുന്നതാണ് ശരി. കാരണം ഇതൊക്കെ മാധ്യമങ്ങൾ നടത്തുന്നൊരു ഫൈറ്റിൻ്റെ ഭാഗമായിട്ട് കൂടി നമ്മൾ കാണേണ്ടി വരും. SKN.